കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മലേറിയ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ഇടുക്കി എംഎൽഎ റോയ് കെ പൗലോസ് പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പ് ജീവനക്കാരുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുവാൻ വേണ്ട സഹായങ്ങൾ നൽകുമെന്ന് എംഎൽഎ പറഞ്ഞു. കാഞ്ചാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിയ എംഎൽഎ ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പ് ജീവനക്കാരുമായി നിലവിലുള്ള സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നുവരുന്നതായി ജനപ്രതിനിധികളും ജീവനക്കാരും വ്യക്തമാക്കി. രോഗം റിപ്പോർട്ട് ചെയ്ത ദിവസം മുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരുന്നു. തൊഴിൽ ഉടമകളുടെ യോഗം ഓരോ മേഖലയും വിളിച്ചു ചേർക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി പരിശോധനാ ക്യാമ്പുകൾ നടത്തി വരികയാണ്. രോഗം ബാധിച്ച് ചികിത്സ കഴിയുന്ന അന്യസംസ്ഥാന തൊഴിലാളികളിൽ ചിലർ നാടുവിടുന്നത് ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായും അഭിപ്രായമുയർന്നു. കാഞ്ചാർ പഞ്ചായത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നതായി എംഎൽഎയും പറഞ്ഞു. പരിശോധനകൾ കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ അടിയന്തരമായി ഒരു ലാബ് ടെക്നീഷ്യനെ കൂടി നിയമിക്കും. പ്രത്യേക സാഹചര്യത്തിൽ കൂടുതൽ ജീവനക്കാരുടെ സേവനം ആവശ്യമെങ്കിൽ ലഭ്യമാക്കുമെന്ന് എംഎൽഎ പറഞ്ഞു. ആ രോഗം കണ്ടെത്തിയ ആ പ്രദേശത്ത് അവിടെ പോയി കൃത്യമായിട്ട് പരിശോധനകൾ സമയത്ത് നടത്തിയിട്ടുണ്ട്, ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ വാർഡുകളിലും ഇതുമായി ബന്ധപ്പെട്ട് ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ബോധവൽക്കരണം മാത്രമല്ല, എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ നടത്തിയിട്ടുണ്ട്. ആ ആലോചനകളുടെ അടിസ്ഥാനത്തിലുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ആരോഗ്യവകുപ്പിൻ്റെ വാഹനത്തിന് ചെറിയ പോരായ്മകൾ ഉള്ളതുകൊണ്ട് പഞ്ചായത്ത് അത് സംബന്ധിച്ച് കൃത്യമായിട്ട് എല്ലാ വാർഡുകളിലും പകലും രാത്രിയുമൊക്കെ പോകുന്ന വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. DMOയിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ലഭിക്കേണ്ട സൗകര്യങ്ങളെല്ലാം ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരമൊരു പകർച്ചവ്യാധി ഒരു പ്രദേശത്ത് തുടങ്ങിയാൽ, നിങ്ങൾക്കറിയാം, അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെ തടയാൻ ആവശ്യമായ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണമോ ആ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി കൂടുതലായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ഈ താമസിക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലങ്ങൾ, അവരെ സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ പലപ്പോഴും പഞ്ചായത്തുകൾക്ക് അതിൻ്റെ ബന്ധപ്പെട്ട കോൺട്രാക്ടേഴ്സ് നൽകുന്നില്ല, താമസിപ്പിക്കുന്നവർ നൽകുന്നില്ല. അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാർഡ് അടിച്ച് പഞ്ചായത്ത് ആരോഗ്യവകുപ്പിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെലിൻ തോമസ് അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് അനീഷ് മണ്ണൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോമോൻ തക്കേൽ, പഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് മുളാക്കുഴി, ജെയ്മോൻ അഴകംപറമ്പിൽ, ഷിൽബി അഗസ്റ്റിൻ, ജാൻസി റജി, സന്ധ്യ ജഗൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമൽ ജോം, അനീഷ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.